Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe today God has something new to do in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So stay till the end of this episode. ഈ എപ്പിസോഡിന്റെ അവസാനം വരെ കാത്തു നിൽക്കുക. And you can even forward the link of this message to so many people as possible. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. I have a few comments here. One is from Sharon Susmita. പല കമന്റ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഷാരൻ സുഷ്മിതയിൽ നിന്നാണ്. And she says, these messages increased my love towards God the Father. സ്വർഗീയ പിതാവിനോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിക്കുവാൻ ഇവിടുത്തെ ബ്ലെസ്സിംഗ് ടുഡേയുടെ സന്ദേശങ്ങൾക്ക് സാധ്യമായി തീർന്നു. Love you Jesus more than anything else in this world. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും അധികം യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. Thank you for the sonship. പുത്രത്വത്തിനായി നന്ദി. And Farhat Alahuddin is writing, ഫഹദ് അലാഹുദ്ദീൻ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്. Hi Pastor, I'm so blessed to hear your message on YouTube. ഹായ് പാസ്റ്റർ, നിങ്ങളുടെ സന്ദേശങ്ങൾ യൂട്യൂബിൽ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. Thank you Jesus, God bless, Shalom. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഷാലോം. Another is this, my name is Mary Joseph. അടുത്തത് എൻ്റെ പേര് മേരി ജോസഫ് എന്നാണ്. From Kulashekaram, Kanyakumari district. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് കുലശേഖരം എന്ന് പറയുന്ന I would share a small happy news. എനിക്ക് ഒരു കൊച്ചു സന്തോഷ വാർത്ത അറിയിക്കാൻ ആഗ്രഹമുണ്ട്. I have a friend and brother who is a non-believer, drunkard and smoker, but he respects me as a believer. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, സഹോദരനെ പോലെ കൂടിയാണ് അദ്ദേഹം മദ്യപിക്കുന്ന ഒരു ശീലമുള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും ഒരു വിശ്വാസി എന്ന നിലയിൽ എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. And he also knows that Jesus can bring changes in life. അതുമാത്രമല്ല, ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ യേശുവിന് സാധിക്കുമെന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. He knows that presence of Jesus can make somebody better and organized. അതുമാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വളരെ നന്മയും അതുപോലെ തന്നെ വളരെ വിശാലമായ രീതികളും നൽകുവാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിവുണ്ട്. So I used to forward the link of Morning Glory to him, but he would never open to hear. എന്നാൽ ഞാൻ അദ്ദേഹത്തിന് മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്ക് അയച്ചു കൊടുക്കുമായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരിക്കലും അത് തുറന്നിട്ടില്ലായിരുന്നു. But he forwards all these links to his Christian friends. എന്നാൽ ഈ ലിങ്കുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ കൂട്ടുകാർക്ക് അദ്ദേഹം ഫോർവേഡ് ചെയ്യുമായിരുന്നു. And they hear it and download it in video form and edit the important points and put in their status. ഇവർ ചെയ്തതെന്ന് വെച്ചാൽ അവരത് കേൾക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അവരുടെ വീഡിയോ ഫോമാറ്റിൽ അവർ എഡിറ്റ് ചെയ്തെടുത്തിട്ട് അവരുടെ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസ് ആക്കിയിട്ട് അവരിടുമായിരുന്നു. And my non-believer brother used to see these status and video clips. എൻ്റെ ഈ അവിശ്വാസിയായിട്ടുള്ള ഈ കൂട്ടുകാരൻ താൻ അയച്ചു കൊടുത്ത ആളുകളുടെ ഇട്ടിരിക്കുന്ന വീഡിയോ സ്റ്റേറ്റസ് അദ്ദേഹം കണ്ടു. All praises to God, though he is a non-believer and even though he never hears the sermon as it is, still he is forwarding the message. അദ്ദേഹം ഒരു അവിശ്വാസിയാണെങ്കിൽ കൂടെയും അദ്ദേഹം സന്ദേശങ്ങളൊന്നും കേൾക്കുന്നില്ല എങ്കിൽ കൂടെയും ഈ സന്ദേശങ്ങളൊക്കെ ഒത്തിരി പേർക്ക് ഫോർവേഡ് ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷം. Gradually he even doesn't know that situation is insisting him to quit smoking and alcoholism. താൻ പോലും അറിയാതെ ഇത്തരത്തിൽ ഫോർവേഡ് ചെയ്യുന്ന ഈ ഒരു ശീലം പുകവലിയെയും മദ്യപാനത്തെയും നിർത്തുവാനുള്ള ഒരു പ്രേരണ തനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. I really appreciate this dear sister Mary Joseph. മേരി ജോസഫിനെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. She was not getting any positive response first, but she kept on sending faithfully Morning Glory links, but knowingly or unknowingly it is bearing fruit somewhere. ആ സഹോദരി അവൾ മടുത്തു പോകാതെ താൻ ഈ സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യാൻ തുടങ്ങി. അറിഞ്ഞോ അറിയാതോ എവിടേക്കോ കർത്താവിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ കായ്ച്ചുകൊണ്ടിരിക്കുന്നു. I encourage you also to do the same every day. Forward the links of this video everywhere. നിങ്ങളെയും എല്ലാവരോടും ഈ ഒരു സന്ദേശത്തിന് ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി someday or other you will see the results. അവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ ഇതിൻ്റെ മറുപടി കാണും. Who are today's sponsors? ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ സുജ TK ഫ്രം
പത്തനംതിട്ട. അതാണ് ആദ്യത്തെ. Thank you so much, Suja. കർത്താവെ, ദാമ്പത്യ ജീവിതത്തിൽ ദൈവഹിതം വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സുജയുടെ അലർജി മാറുവാൻ, മാതാവിൻ്റെ നല്ല ആരോഗ്യത്തിനായി വീടുപണി പൂർത്തിയാകുവാൻ Yes, Father. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. Yes, കർത്താവേ. Father. അടുത്ത നമ്മുടെ സ്പോൺസർ ആഴൂരിൽ നിന്ന് സിമി ആൻഡ് കൃപ ആണ് അടുത്ത സ്പോൺസർ. Thank you so much. കർത്താവെ, സിമിക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ, കൃപയുടെ മാനസിക ശാരീരികമായ എല്ലാ പ്രശ്നങ്ങളും Yes, Father. പൂർണ്ണമായി സൗഖ്യമാകാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, Yes, Lord. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much, today's sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി. Let us praise and worship the Lord. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം അതിശയകരമാണ്. അതിനെ വർണ്ണിക്കുവാൻ എത്ര നാവുകളുണ്ടായാലും സാധ്യമല്ല. ലോകമെമ്പാടും യേശുവിൻ്റെ സ്നേഹത്തെ എല്ലായ്പ്പോഴും വാഴ്ത്തി പുകഴ്ത്താറുണ്ട്. ഇന്ന് രാവിലെ നമുക്കും ആ യേശുവിൻ്റെ സ്നേഹത്തെ വാഴ്ത്തി സ്തുതിക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമള നിടനെത്ര ബഹുലമതു. എനിക്കാവതില്ലേ അതിനാഴമള നിടനെത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ, എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാലതു വർണ്ണിപ്പതീനെഴുതൂ. ആയിരം ആയിരം നാവുകളാലതു വർണ്ണിപ്പതീനെഴുതൂ. 10,000-ത്തിൽ പ്രതിലംശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമഹോ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരം. എന്തതിശയമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആമേൻ. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ 7 ദിനങ്ങൾ. ബ്ലെസ്സിംഗ് ടുഡേ നമുക്കായി ഒരുക്കുന്നു 7 days ഫാസ്റ്റിംഗ് പ്രെയർ. മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ.
ഈ ദിനങ്ങളിൽ പ്രാർത്ഥനയുടെ തത്സമയ സംപ്രേഷണം രാത്രി 7 മണി മുതൽ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബിലും ഫേസ്ബുക്ക് ചാനലിലും ലഭ്യമാണ്. വരുവിൻ, നമുക്കൊന്നു ചേരാം ഉപവാസത്തിൻ്റെ ഈ 7 ദിനങ്ങളിൽ. Let us read a verse from John's Gospel, chapter 10. നമുക്ക് ഇനി ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദവചനം വായിക്കാം. Verse number 29. അതിന്റെ 29-ാമത്തെ വചനം. My Father who has given them to me is greater than all. No one can snatch them out of my Father's hands. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. Jesus is speaking about the disciples who were given to Jesus, handed over to Jesus by the Father. ഇപ്പോൾ യേശു കർത്താവ് സംസാരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ്, പിതാവിനാൽ തൻ്റെ കൈകളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ്. The Bible says Jesus chose 12 disciples. ബൈബിൾ പറയുന്നു യേശു കർത്താവ് 12 ശിഷ്യന്മാരെ But തിരഞ്ഞെടുത്തു. they were actually originally chosen by the Father. എന്നാൽ സത്യത്തിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പിതാവിനാലാണ്. Because the Father was dwelling in Jesus and doing all these works. Praise God. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിതാവ് പുത്രനിൽ വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തികൾ അവിടെ ഭൂമിയിൽ ചെയ്യിപ്പിക്കുകയായിരുന്നു. So my Father is greater than all, who has given these children, these disciples to me. അവിടെ എഴുതിയിരിക്കുന്നത് അവയെ തന്നിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. And this is true with us also. അത് നമ്മുടെ ജീവിതത്തിലും സത്യമായിട്ടുള്ള കാര്യമാണ്. God the Father chose us in Christ even before the creation of the world. ഓർക്കുക, ലോകസ്ഥാപനത്തിന് മുന്നമേ പിതാവാം ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. And that Father is greater than all. ഓർക്കുക, ആ പിതാവ് എല്ലാവരിലും വലിയവനാകുന്നു. Now, no one can snatch them, the children of God, out of my Father's hands. അത് മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ മക്കളെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. Because my Father's hands are so strong. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പിതാവിൻ്റെ കൈകൾ വളരെ ശക്തിമത്താണ്. And nobody has enough strength enough to catch them, snatch them out of my Father's hands. അത് മാത്രമല്ല, പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവനെ ആർക്കും തന്നെ പിടിച്ചു പറിപ്പാനും സാധ്യമല്ല. You have done this, I have done this. When our children were very small, I used to clasp one coin inside my hands. നിങ്ങളൊരു പക്ഷേ ചെയ്തിട്ടുണ്ടാവും, ഞാനിത് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഒരു നാണയം എടുത്ത് ഞാൻ എൻ്റെ കൈക്കകത്ത് ചുരുട്ടി പിടിക്കും. I would clasp it very tightly. ഞാനത് വളരെയധികം ചുരുട്ടി പിടിക്കും. Then my daughter or son would come and try to take it out. എൻ്റെ മോളോ മോനോ വന്നിട്ട് അത് തുറന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കും. With great effort, she or he would open one finger. വളരെ ബുദ്ധിമുട്ടി അവർ ഒരു വിരലൊന്ന് പൊക്കിയെടുക്കും. And the other one. അടുത്തത് പൊക്കിയെടുക്കാൻ ശ്രമിക്കും. Then I would tighten the other one. അപ്പോൾ ഞാൻ ആദ്യം പൊക്കിയെടുത്തത് ഞാൻ അങ്ങ് താത്തിക്കളയും. Then another one. അടുത്തത് അവർ പൊക്കിയെടുക്കും. With all their effort, they cannot take it out of my hands. അവരുടെ എത്ര ശ്രമിച്ചാലും എൻ്റെ ഈ മുഷ്ടിക്കകത്തിരിക്കുന്ന ഈ നാണയത്തെ അവർക്ക് എടുക്കാൻ സാധ്യമല്ല. Because my hands are stronger than theirs. കാരണം അവർ കുഞ്ഞായിരുന്നത് കൊണ്ട് അവരുടെ കൈവിരലുകളെക്കാൾ എൻ്റെ കൈവിരലുകൾ എൻ്റെ കൈക്ക് വളരെ ശക്തിയുണ്ടായി. So Jesus is, my Father is greater than all. ഓർക്കുക, യേശു കർത്താവ് എൻ്റെ പിതാവ് വലിയവനെന്ന് പറഞ്ഞിരിക്കുകയാണ്. So nobody can snatch you out of his hands. അതുകൊണ്ട് യേശു പറയുകയാണ്, ആർക്കും തന്നെ നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. Hallelujah. ഹല്ലേലൂയ. I'm talking about your life is secure in the Father's hands. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പിതാവിൻ്റെ കൈകളിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ് എന്ന I യാഥാർത്ഥ്യം. want to say it again, believe it or not, your life is secure, safe in the hands of God the Father. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം സ്വർഗീയ പിതാവിൻ്റെ കൈകളിൽ സുഭദ്രമാണ്. Write this down in your notebook in big bold letters. My life is secure
in the hands of my Father. ഇപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എവിടെയാണോ എഴുതുന്നത് അവിടെ വളരെ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതുക, എൻ്റെ ജീവിതം എൻ്റെ പിതാവിൻ്റെ കൈകളിൽ ഭദ്രമാണ്. Somebody put it in the live chat. ഈ സമയത്ത് അത് ലൈവ് ചാറ്റിലൊക്കെ Somebody put it in the comment section. My life is secure, safe in the hands of God the ഇപ്പോൾ Father. കമന്റ് ബോക്സിലൊക്കെ എഴുതാൻ തുടങ്ങിയാലും എൻ്റെ ജീവിതം എൻ്റെ പിതാവിൻ്റെ കൈകളിൽ ഭദ്രമാണ്. Now, in the future, if the devil is coming to you and whispering in your ear, your life is in danger, you are on perilous grounds, something bad is going to happen to you, so all the negative stuff, when he is trying to put it into your ear, you have to confess this. No, Mr. Devil, my life is secure in the hands of my Father. Amen. ചില സമയങ്ങളിൽ പിശാച് വന്ന് നിങ്ങളുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കും, നിങ്ങളുടെ ജീവിതം തകർന്നു പോയി, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയൊന്നും നിങ്ങൾ കാണുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ പിശാചിനെ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് മിസ്റ്റർ ഡെവിൾ, എൻ്റെ ജീവിതം ഇരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ കൈകളിലാണ്, അതുകൊണ്ട് അത് ഭദ്രമാണെന്ന് പറയാൻ സാധിക്കും. This is why Jesus declares it very clearly, my Father who gave them to me is greater, stronger, mightier than all. അതുകൊണ്ടാണ് യേശു കർത്താവ് വളരെ ചങ്കുരത്തോടെ പറയുന്നത്, എൻ്റെ പിതാവ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും അവൻ വലിയവനാകുന്നു. Hallelujah. Hallelujah. When a baby is in its own father's hands, the baby is safe. അവർക്ക് ഒരു പിതാവിൻ്റെ കൈകളിൽ ഇരിക്കുന്ന കുഞ്ഞ് അവൻ സുരക്ഷിതനാണ്. There is no safer place than the father's hands. പിതാവിൻ്റെ കൈകളേക്കാൾ ഏറ്റവും സുരക്ഷിതമായ മറ്റൊരു കൈകളില്ല. I want to take you to Psalm 139. 139 സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. Verses 4 and 5. അതിൻ്റെ 4-5 വചനങ്ങൾ. Before a word is on my tongue, you, Lord, know it completely. You hem me in behind and before, and your hand upon me. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. This is a personal conviction. This is a personal confession from David. ഇത് ദാവീദിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണിത്. He had a lot of personal experiences with God. ദൈവവുമായിട്ട് ഉള്ള വ്യക്തിപരമായ ബന്ധം പലയിടത്തും ദാവീദിനുണ്ടായിട്ടുണ്ട്. He had personal encounters with the Almighty God so many times. സർവശക്തനായ ദൈവത്തെ മുഖാമുഖം കണ്ട് നേരിട്ട് ഇടപഴകുവാനുള്ള അവസരം ഇദ്ദേഹത്തിന് പലവട്ടം And ലഭിച്ചിട്ടുണ്ട്. because of his continual association with the Almighty God, he had a lot of wisdom and knowledge to write everything and record everything. ദൈവവുമായിട്ട് നിരന്തരമായിട്ടുള്ള ഇത്തരം കൂട്ടായ്മ നിമിത്തമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇത്തരത്തിൽ എഴുതുവാനുള്ള ജ്ഞാനവും അറിവും തനിക്കുണ്ടായി. So one thing he understood is mentioned in verse number 4. Before a word is on my tongue, before I speak out any word, Lord, you know that word completely. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. Then verse number 5 is amazing. You hem me in behind and before, and you lay your hand upon me. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. That means his presence, his person, his hands are covering him everywhere. അതിൻ്റെ അർത്ഥം അവൻ്റെ സാന്നിധ്യം, അവൻ്റെ കൈകൾ എനിക്ക് ചുറ്റും എന്നെ മൂടിയിരിക്കുന്നു. See, when I study the Bible, I found out that God's hands sometimes come upon us. ദൈവവചനം പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ കൈകൾ നമ്മുടെ മുകളിൽ വന്നു നിൽക്കുന്നു. Sometimes God's hands will come beneath us. എന്നാൽ ചില സമയങ്ങളിൽ ഈ കൈകൾ നമ്മുടെ താഴെ നമ്മെ താങ്ങുന്നു. Behold, beneath are my everlasting arms. താങ്ങുന്ന ശാശ്വത കരങ്ങൾ എൻ്റെ താഴെയുണ്ട്. And sometimes his hands will cover us. ചില സമയത്ത് ആ കൈകൾ എന്നെ മറച്ചു പിടിക്കുന്നു. And sometimes his hands will come before us and behind us. എന്നാൽ ചില സമയങ്ങളിലാകട്ടെ ഈ കൈകൾ എന്നെ മുൻപിലും പിൻപിലുമായി നിൽക്കുന്നു. So we are covered by
the mighty hands of God, the fingers and the palm of God. ഓർക്കുക, ഈ സർവശക്തനായ ദൈവത്തിന്റെ ആ കൈവിരലുകൾക്കകത്ത് നമ്മൾ എല്ലാവരും കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. This is why Jesus says, my Father is greater and stronger than all. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിതാവ് എല്ലാറ്റിനേക്കാളും വലിയവനാകും. And nobody, literally nobody can snatch you out of my Father's hands. അതുകൊണ്ട് ബൈബിൾ വ്യക്തമായി പറയുന്നു, ആർക്കും തന്നെ എൻ്റെ പിതാവിൻ്റെ കൈകളിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിപ്പാൻ സാധ്യമല്ല. Hallelujah. ഹല്ലേലൂയ. A few more verses I just want to give you. 1-2 വചനങ്ങൾ കൂടെ നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. One is from John chapter 17. ഇത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് Verse number 11. This verse says, the Father keeps his children for himself. ഈ വചനം പറയുന്നത് പിതാവ് തന്റെ മക്കളെ തനിക്കായി കാത്തു സൂക്ഷിക്കുന്നു എന്നാണ്. And coming to John chapter 20, ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം verse അധ്യായത്തിലേക്ക് number വരാം. 17. അതിന്റെ 17-ാമത്തെ The വചനം, Father of Jesus is our Father too. യേശു കർത്താവിന്റെ പിതാവ് നമ്മുടെ പിതാവും കൂടിയാണ്. In other words, we have a common Father. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യേശുവിനും നമുക്കും പൊതുവായി ഒരു പിതാവാണുള്ളത്. And coming to Psalm 91, ഇനിയിപ്പോൾ സങ്കീർത്തനം 91-ാം അധ്യായത്തിലേക്ക് വന്നാലും verse number 9. അതിന്റെ 9-ാമത്തെ വചനം, If you say, the Lord is my refuge, and you make the Most High your dwelling, no harm will overtake you, no disaster will come near your tent, for he will command his angels concerning you to guard you in all your ways. They will lift you up in their hands so that you will not strike your foot against a stone. 9, 10, 11, 12 വചനങ്ങൾ. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. So verse number 9, if you say, the Lord is my refuge, and you make the Most High your dwelling, then no harm will overtake you. അവിടെ പറയുന്നത് നോക്കി, നിങ്ങൾ ഇപ്പോൾ പറയുകയാണ് ദൈവം എൻ്റെ സങ്കേതമാണ്, അത്യുന്നതന്റെ വാസസ്ഥലമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അനർത്ഥവും നിങ്ങൾക്ക് ഭവിക്കില്ല. Let us say that right now, the Lord is my refuge. ഇപ്പോൾ എല്ലാവർക്കും ചേർന്ന് പറയാൻ സാധിക്കുമോ, ദൈവം എൻ്റെ സങ്കേതമാകുന്നു. Say it again, the Lord is my refuge. ദൈവം എൻ്റെ സങ്കേതമായിരിക്കുന്നു. Say it again, the Lord is my refuge. ദൈവം എൻ്റെ സങ്കേതമാണ്. Put it in the chat box. ദൈവം എൻ്റെ സങ്കേതമാണ്. Put it in the chat box. ചാറ്റ് ബോക്സിൽ ഈ സമയത്ത് ഇടുക. Write it down. ഇപ്പോൾ എഴുതാൻ തുടങ്ങിയാൽ Confess it again and again. വീണ്ടും വായ കൊണ്ട് Make പറഞ്ഞാൽ it your slogan. അതൊരു മുദ്രാവാക്യം പോലെ The പറഞ്ഞാൽ, Lord is my refuge. ദൈവം എൻ്റെ സങ്കേതമാകുന്നു. What is going to happen to you? എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക? No harm will overtake you. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. No disaster will come near your tent. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. And verse number 11 says, another security force, he will command his angels concerning you to guard you in all your ways. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. Usually in the world, only VVIP category of people will have some guards, personal guards, security guards. ലോകത്തിൽ നമുക്കറിയാം VVIP കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് സെക്യൂരിറ്റി ഗാർഡ് ഉള്ളത്, കാവൽക്കാരുള്ളത്. But even if you are a tiny child of God, you will have guards. ഓർക്കുക, നിങ്ങൾ ഒരു കൊച്ചു ദൈവരാജ്യത്തിന് ഒരു കൊച്ചു ശിശുവാണെങ്കിൽ പോലും, കൊച്ചു ദൈവ പൈതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ദൂതന്മാരുടെ കാവലുണ്ട്. Because he will command his angels concerning you to guard you. ഓർക്കുക, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ തൻ്റെ മാലാഖമാരുടെ ദൂതന്മാരോട് അവൻ കൽപ്പിക്കും. They will lift you up in their hands so that you will not strike your foot against a stone. 12-ാമത്തെ വചനം, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. Hallelujah. ഹല്ലേലൂയ. That kind of a security and safety God has provided for you. ഓർക്കുക, ഇത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റിയും അഥവാ സുരക്ഷിതത്വമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. Verse number 14, because he loves me, says the Lord, I will rescue him, I will protect him, for he acknowledges my name. 14-ാമത്തെ വചനം, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. He will call on me and I will answer him. 15-ാമത്തെ വചനം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. I will be with him in trouble, I will deliver him and honor him.
ആ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. And one more verse, verse number 16. With long life I will satisfy him and show him my salvation. 16-ാമത്തെ വചനം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. According to Hebrews chapter 1 and verse number 14. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം The അനുസരിച്ച്, angels of God are ministering spirits sent to serve those who will inherit salvation. ഓർക്കുക, ദൈവത്തിന്റെ ദൂതന്മാർ എന്നുള്ളത് രക്ഷിക്കപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികൾക്കുമുള്ള സേവകാത്മാക്കളാണ്. Hallelujah. ഹല്ലേലൂയ. So you also have this security guard for you. ഓർക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള സേവകാത്മാക്കളെ ദൈവം നിയമിച്ചാക്കിയിട്ടുണ്ട്. These angels are invisible, ഈ ദൂതന്മാരെല്ലാവരും അദൃശ്യന്മാരാണ്, but still they are a reality. എന്നാൽ അവർ യാഥാർത്ഥ്യമുള്ളവർ തന്നെയാണ്. So remember one thing, you are in the hands of God Almighty. ഓർക്കുക, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൈകൾക്കുള്ളിൽ ഭദ്രമാണ്. Nobody can snatch you out of his hands. അവന്റെ കൈക്കകത്ത് നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചു പറിപ്പാൻ Your സാധിക്കില്ല. life is safe. നിങ്ങളുടെ ജീവിതം ഭദ്രമാണ്. At the same time, അപ്പോൾ തന്നെ God has assigned a lot of angels to protect your life. നിങ്ങളുടെ ജീവിതത്തെ പരിപാലിക്കുവാൻ, കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അനേകരോട് കൽപ്പിച്ചു. Lift up your right hand and shout, my life is safe in the hands of my Father. ഈ സമയത്ത് കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ വിളിച്ചു പറയുക, എന്റെ ജീവിതം എന്റെ പിതാവിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. Hallelujah. ആമേൻ. Father, we thank you for this safety and protection. കർത്താവേ, ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സുരക്ഷിതത്വത്തിനായി, അതുപോലെ തന്നെ സേഫ്റ്റിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Amen. ആമേൻ. We are going to pray now. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. Father, I pray for all the sick people right now. ഇപ്പോൾ എല്ലാ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you, Lord, for your healing power. അങ്ങയുടെ രോഗസൗഖ്യത്തിനുള്ള പ്രവൃത്തികൾക്കായി നന്ദി. Somebody who has swelling on the feet is disappearing right now. നീർക്കെട്ടിനെ, ആരുടെയോ കാലിലുള്ള നീർക്കെട്ടിനെ കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റുകയാണ്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. God is blessing some barren wombs right now. ഇപ്പോൾ വന്ധ്യതയുള്ള ചിലരുടെ ഉദരങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. Somebody is getting delivered from smoking habit. അത് മാത്രമല്ല, പുകവലിയുടെ ശീലത്തിൽ നിന്ന് ആരോ പുറത്തു വരുന്നുണ്ട്. And many other addictions. People are coming out in Jesus' name. അത് മാത്രമല്ല, മറ്റു പല അഡിക്ഷനുകളിൽ നിന്നും ഇപ്പോൾ ജനങ്ങൾ പുറത്തു വരികയാണ്. Some kind of hormonal problems the Lord is fixing right now. ഈ സമയത്ത് ചില ഹോർമോണൽ പ്രോബ്ലംസ് കർത്താവ് ഈ സമയത്ത് പരിഹരിക്കുകയാണ്. And you can stretch forth your hands and receive healing. ഈ സമയത്ത് കൈകൾ നീട്ടിക്കൊണ്ട് നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കും. Whatever your situation, the power of God is available. Receive now. എന്ത് തന്നെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിലും ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ തന്നെ അതിനെ സ്വീകരിക്കുക. Thank you, Lord, for fixing people's problems. ഇപ്പോൾ ജനങ്ങളുടെ ഈ പ്രശ്നത്തിന് അങ്ങ് പരിഹാരം കൊടുക്കുന്നതിനായി നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. If you think that you are blessed by these episodes, you can sponsor these episodes. അവർക്ക് നിങ്ങൾ ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ You will സാധിക്കും. get the details from the screen. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ Also, you സാധിക്കും. can call up the prayer line നിങ്ങൾക്ക് പ്രേയർ ലൈനിൽ വിളിക്കാൻ സാധിക്കും. and you can send your prayer request to Blessing Today official WhatsApp number. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിൽ അയക്കാൻ സാധിക്കും. God bless you all. See you tomorrow. Bye bye. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ ബൈ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ, എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. ഓ എന്തതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാലതു വർണ്ണിപ്പതീനെഴുതൂ, ആയിരം ആയിരം നാവുകളാലതു വർണ്ണിപ്പതീനെഴുതൂ. 10,000-ൽ പ്രതിവംശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമഹോ.
10,000 ചൊല്ലിടുവാൻ പാരില്ല സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. എന്തതിശയമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. ഹല്ലേലൂയ.